ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. 10ാം ക്ലാസ് യോഗ്യത ഉള്ളവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ജോബുമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. അതിൻ്റെ കാറ്റഗറി നമ്പർ ആദ്യം പറയാം. 527/2024 എന്താണ് ഉദ്യോഗ പേര്? അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആണ്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ കാറ്റഗറി നമ്പർ 527/2024 കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലോട്ടാണ് ഈ ഒരു പരീക്ഷ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്നത്. ഇതിൻ്റെ ശമ്പളം 23,000 രൂപ മുതൽ 50,200 രൂപ വരെയാണ്. ഇനി ഒഴിവുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ ജില്ലാടിസ്ഥാനത്തിലാണ് ഒഴിവുകളുള്ളത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് അങ്ങനെയുള്ള 14 ജില്ലകളിൽ പ്രതീക്ഷിത ഒഴിവുകൾ ഉണ്ട് എന്നാണ് PSC പറയുന്നത്. അത്യാവശ്യം നല്ല ഒഴിവുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്കിതിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കാം. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായം 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. അതിൽ തന്നെ 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഈ 2 തീയതികളും ഉൾപ്പെടെയാണ് കേട്ടോ. അടുത്തത് മറ്റു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും നിയമാനുസൃതമായ ഇളവുകൾ ഉണ്ടായിരിക്കും ഈ വയസ്സിൻ്റെ കാര്യത്തിൽ. ഇതിൻ്റെ യോഗ്യതകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. SSLC പാസ്സായിരിക്കണം എന്നതാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ യോഗ്യത, അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടായിരിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങൾക്കറിയാം. കേരള PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ കയറിയിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ ഓൾറെഡി നമ്മൾ പറഞ്ഞു. 527/2024 ഈ ഒരു നോട്ടിഫിക്കേഷൻ വൈകാതെ തന്നെ സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇനി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കുക. അതിന് മുന്നേ തന്നെ അപേക്ഷ കൊടുക്കാൻ ശ്രദ്ധിക്കുക. 29/1/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ അപേക്ഷ നൽകാവുന്നതാണ്. അതിന് മുന്നേ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവസാനം വെച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അവസാനം എല്ലാവരും ഒരുമിച്ച് കയറി സൈറ്റെല്ലാം ബ്ലോക്കായി പിന്നീട് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമൊന്നും ഉണ്ടാക്കി വെക്കണ്ട. നിങ്ങൾക്ക് 29/1/2025 വരെ സമയമുണ്ട്. അപ്പോൾ അതിന് മുന്നേയുള്ള ദിവസങ്ങളിൽ തന്നെ കൊടുത്തോളുക. അപേക്ഷ സമർപ്പിക്കേണ്ടത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സൈറ്റിൽ കയറിയിട്ടാണ് 1 ടൈം പ്രൊഫൈൽ രജിസ്ട്രേഷൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാൻ നമ്മുടെ കൂടെ കൂടുമല്ലോ.